ഹലോ നമസ്കാരം, എല്ലാവർക്കും റൈറ്റ് സയൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എക്കണോമിക്സിലെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ബേസിക് തിയറി ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്ത് പോകാം. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടി, എല്ലാവർക്കും ബെനിഫിറ്റ് ആകുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ തുടങ്ങുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എക്സ്ചേഞ്ച് റേറ്റ്, ഓക്കെ. അപ്പം ഇത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഒരുപാട് തവണ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലേ? അപ്പം ഞാൻ എക്സ്ചേഞ്ച് റേറ്റ് പറയുന്നതിന് മുമ്പ് ഞാൻ സിമ്പിളായിട്ട് മറ്റൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് നമുക്കിതിലേക്ക് വരാം. അതായത് ഞാൻ പറയുന്ന വാക്കാണ് ഓപ്പൺ എക്കണോമി. കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഓപ്പൺ എക്കണോമി. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ എക്കണോമിയാണ്. ഓക്കെ. ഇനി എന്താണ് ഈ ഓപ്പൺ എക്കണോമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു എക്കണോമിക് സിസ്റ്റമാണ്. ഓരോ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു സാമ്പത്തിക രീതിയാണ്, സാമ്പത്തിക ഇടപാട് രീതിയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പൺ എക്കണോമി എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പൺ എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യം, അതായത് ഓപ്പൺ എക്കണോമിക് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യം റെസ്റ്റ് ഓഫ് വേൾഡ് അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രാൻസാക്ഷൻസ് നടത്താറുണ്ട്. ഓക്കെ, ട്രാൻസാക്ഷൻസ് നടത്താറുണ്ട്. ഇത്തരത്തില് മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്ന രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന എക്കണോമിക് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഓപ്പൺ എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെ ആയിരിക്കാം ആ ട്രാൻസാക്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഒരു തരം ട്രാൻസാക്ഷൻ ആണ്. അതുപോലെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഒരു തരം ട്രാൻസാക്ഷൻ ആണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDI എന്ന് പറയുന്നതും ഒരു തരം ട്രാൻസാക്ഷൻ ആണ്. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള FPI എന്ന് പറയുന്നത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതും ഒരു തരത്തിൽ ട്രാൻസാക്ഷൻ ആണ്. ഇല്ലേ? ഇവിടെ ഇമ്പോർട്ട് എന്ന് പറയുന്ന ട്രാൻസാക്ഷനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു വിദേശ രാജ്യത്ത് നിന്ന് നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യും. പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് പേ ചെയ്യും. ഓക്കെ, നമ്മൾ ക്യാഷ് പേ ചെയ്യും. അതുപോലെ തന്നെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ രാജ്യത്ത് നിർമ്മിക്കുന്ന വസ്തുക്കൾ, നമ്മളുടെ ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ നമ്മൾ നിർമ്മിക്കുന്ന വസ്തുക്കൾ മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യും. പകരം നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യും. ഇല്ലേ? ട്രാൻസാക്ഷൻ നടന്നു. അതുപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശത്ത് നിന്നൊരു കമ്പനി വന്നിട്ട് നമ്മുടെ രാജ്യത്ത് പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ മറ്റൊരു പ്ലാന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതെന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അവിടെയും എന്ത് വരുന്നു? നമ്മുടെ രാജ്യത്ത് റവന്യൂ സൃഷ്ടിക്കപ്പെടുന്നു, അല്ലെ? മറ്റൊരു തരത്തിൽ പറഞ്ഞ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിദേശ കമ്പനി, ഉദാഹരണത്തിന് ആപ്പിൾ എന്ന് പറയുന്ന ഒരു വിദേശ കമ്പനി നമ്മുടെ ടാറ്റ എന്ന് പറയുന്ന രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ടാറ്റ എന്ന് പറയുന്ന നമ്മുടെ ഒരു കമ്പനിയുടെ കുറച്ച് ഷെയറുകൾ പർച്ചേസ് ചെയ്യുന്നു. പുതിയ പ്ലാന്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല, കുറച്ച് ഷെയർ പർച്ചേസ് ചെയ്യുന്നു. അപ്പോഴും നമുക്ക് നമ്മുടെ രാജ്യത്ത് റവന്യൂ വരികയാണ്, അല്ലേ? ഇതെല്ലാം എന്താണ് നമ്മൾ പറയുന്നത്? ഇതെല്ലാം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഇതൊരു ട്രാൻസാക്ഷൻ ആണ്. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടത്തുന്ന എക്കണോമിക് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഓപ്പൺ എക്കണോമി. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എന്തിനാണ് എക്സ്ചേഞ്ച് റേറ്റ് പറയുമ്പോൾ ഈ ഓപ്പൺ എക്കണോമിയെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പ്രാധാന്യമുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ UK നിന്ന് പോട്ടെ, നമ്മൾ USA നിന്ന് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്തു. സോ വി ഹാവ് ടു പേ ക്യാഷ്, അല്ലേ? നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം. അപ്പം എങ്ങനെയായിരിക്കണം നമ്മൾ പൈസ പേ ചെയ്യേണ്ടത്? ഒന്നുകിൽ USA ഉപയോഗിക്കുന്ന ഡൊമസ്റ്റിക് കറൻസി, ദാറ്റ് മീൻസ് US ഡോളർ നമ്മൾ പേ ചെയ്യണം, USD നമ്മൾ പേ ചെയ്യണം. ഓക്കെ, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെ? നമ്മളുടെ പ്രൊഡക്റ്റ്, ഇന്ത്യൻ പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഉദാഹരണത്തിന് ഈ USA തന്നെ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ USA നമുക്ക് എന്ത് തരണം? INR തരണം, ഇല്ലേ? INR തരണം. അതുപോലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ രാജ്യത്തേക്ക് ഒരു കമ്പനി വന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ രാജ്യത്തേക്ക് പൈസ വരണം, റവന്യൂ വരണം. അതെങ്ങനെയാ അവർ തരേണ്ടത്? INR തരേണ്ടത്. നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴും നമുക്ക് INR തരേണ്ടത്. ഇങ്ങനെ ഈ ഓപ്പൺ എക്കണോമിക്കില് ട്രാൻസാക്ഷൻസിനെല്ലാം ക്യാഷ് ഇൻവോൾവ് ആണ്, പണം ഇൻവോൾവ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഒന്നുകിൽ നമ്മളുടെ ഡൊമസ്റ്റിക് കറൻസിയിൽ നമ്മൾ പേയ്മെന്റ് വാങ്ങുക, നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് ആഗോള കറൻസിയായ US ഡോളറിലായിരിക്കും നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ USD
അതുപോലെ തന്നെ INR. രണ്ട് കറൻസി എന്നോട് പ്രധാനമായിട്ടും പറഞ്ഞത്. ഇങ്ങനെ രണ്ട് കറൻസി ട്രാൻസാക്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്, ഇല്ലേ? ഇപ്പം നമ്മള് അമേരിക്കയ്ക്ക് നമ്മൾ USD കൊടുക്കണം, അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ അമേരിക്കയിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാണ്. ഇപ്പൊ അമേരിക്ക പറയാം നിങ്ങൾ $US പൈസ തരണമെന്ന് പറയും. നമ്മുടെ കയ്യിലാണ് എന്തുണ്ട്? ഇന്ത്യൻ റുപ്പി ഉണ്ട്, അല്ലേ? നമ്മുടെ കയ്യിൽ ഇന്ത്യൻ റുപ്പി ഇരിപ്പുണ്ട്. നമുക്ക് $US വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ INR കൊടുത്തിട്ട് പകരം നമ്മൾ $US പർച്ചേസ് ചെയ്യും. എന്നിട്ട് ഈ $US നമ്മൾ ആർക്ക് കൊടുക്കും? USA കൊടുക്കും. അപ്പൊ INR കൊടുത്തിട്ട് നമ്മൾ $US മേടിക്കുന്നു. അപ്പം അതായത് ഒരു കറൻസി കൊടുത്തിട്ട് നമ്മൾ മറ്റൊരു കറൻസി നമ്മൾ വാങ്ങണം, എങ്കിൽ മാത്രമേ ഇത്തരം ട്രാൻസാക്ഷൻസ് നടക്കുള്ളൂ ഇന്ത്യയെ പോലെ രാജ്യത്ത്. അപ്പം രണ്ട് കറൻസികളുടെ കൈമാറ്റം ഇവിടെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നിങ്ങളോട് പറഞ്ഞ് നമുക്കിനി കാര്യത്തിലേക്ക് വരാം. നമുക്കിനി എക്സ്ചേഞ്ച് റേറ്റിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രൈസ് അറ്റ് വിച്ച് വൺ കൺട്രീസ് കറൻസി ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് ഫോർ അനദർ. അതായത് നമ്മൾ ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് കറൻസി മറ്റൊരു രാജ്യമായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പ്രൈസിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ $1 ഒരു USD നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, $1 നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 90 INR ആണ് നമുക്ക് കിട്ടുന്നത്. ആ $1 ഈസ് ഈക്വൽ ടു 90 INR എന്ന് പറയുന്നതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് സൂചിപ്പിക്കുന്നത്. അതായത് നമുക്ക് $1 കൊടുത്താൽ നമുക്ക് 90 ഇന്ത്യൻ രൂപ വാങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ $1 നമുക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് 90 ഇന്ത്യൻ റുപ്പി കൊടുക്കേണ്ടി വരുന്നു. ദിസ് ഈസ് നോൺ ആസ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂചിപ്പിക്കുന്ന മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരു കറൻസിയുടെ വാല്യൂ മറ്റൊരു കറൻസി അപേക്ഷിച്ച് കൂടുതലാണോ കുറവാണോ, സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് പറയാനും നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ $1 ഈക്വൽ ടു 90, 1:90. അതായത് $1 കൊടുത്താൽ നമുക്ക് 90 കിട്ടും. ദാറ്റ് മീൻസ് നമ്മളുടെ റുപ്പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തെന്ന് പറയാൻ പറ്റും? ഡിപ്രീഷിയേറ്റിംഗ് നമുക്ക് പറയാൻ പറ്റും. അതായത് ഡോളറിനെ അപേക്ഷിച്ച് രൂപയുടെ മൂല്യം കുറവാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്? $US എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ്ങും അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് വീക്കുമാണ്. ഓക്കെ, ഒരു 2 വർഷത്തിന് മുമ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും $1 ഈസ് ഈക്വൽ ടു 85 ആയിരുന്നു. ഇപ്പോൾ എത്രയാണ്? $1 ഈസ് ഈക്വൽ ടു 90 INR ആണ്. ഓക്കെ, അന്ന് 2 വർഷത്തിന് മുമ്പ് 85ഉം ഇപ്പോൾ 90ഉം ആണ്. ദാറ്റ് മീൻസ് നമ്മളുടെ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് റുപ്പി ഈസ് ഡിപ്രീഷിയേറ്റിംഗ്. ഇൻ ദ കേസ് ഓഫ് $US ഇറ്റ് ഈസ് അപ്രീഷിയേറ്റിംഗ്. $US ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിന്റെ വാല്യൂ കൂടുന്നു, ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഡയഗ്രത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് $1 ഈസ് ഈക്വൽ ടു 83 INR. ഓക്കെ, 1 ഈക്വൽ ടു അല്ലെങ്കിൽ 1:83 എന്നായിരുന്നു ഒരു കുറച്ച് നാളിന് മുമ്പ് വരെ. ഇപ്പോൾ എത്രയാണ്? 1 ഈക്വൽ ടു 90. ദാറ്റ് മീൻസ് 83 എന്നുള്ള മൂല്യത്തിൽ നിന്ന് 90 എന്ന് പറയുന്ന മൂല്യത്തിലേക്ക് ഇടിഞ്ഞു നമ്മുടെ രൂപയുടെ മൂല്യം. റുപ്പി ഈസ് ഡിപ്രീഷിയേറ്റിംഗ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് $US ഇറ്റ് ഈസ് അപ്രീഷിയേറ്റിംഗ്. ക്ലിയർ? ഇതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റിനകത്ത് നമുക്ക് വീക്ക് കറൻസി ഏത്, സ്ട്രോങ് കറൻസി എന്ന് കണ്ടുപിടിക്കുക. എപ്പോഴാണ് ഒരു കറൻസിയുടെ മൂല്യം അല്ലെങ്കിൽ കറൻസിയുടെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്, ഇത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആക്ച്വലി ഇപ്പോൾ ഇന്ത്യൻ റുപ്പി എന്താണ്? ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്കിനി എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം 3 തരത്തിലുണ്ട്. ആ 3 എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തത് ഫിക്സഡ്, രണ്ടാമത്തത് ഫ്ലെക്സിബിള്, മൂന്നാമത്തത് മാനേജ്ഡ് ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, മൂന്നാമത്തത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇത് 3 നമുക്കും ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നോക്കാം. ഫിക്സഡ്, പേര് പോലെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതായത് ഒരു രാജ്യത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ RBI ആയിരിക്കും. ഓക്കെ, ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കോ എന്ത് ചെയ്യും? അവരുടെ ഡൊമസ്റ്റിക് കറൻസി മറ്റൊരു കറൻസി ആയിട്ട് പെഗ് ചെയ്യും. പെഗ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ തീരുമാനിക്കുകയാണ് 80 INR, നമ്മളുടെ ഇന്ത്യൻ റുപ്പി 80 രൂപ കൊടുത്തു കഴിഞ്ഞാൽ $1
അതായത് 180 INR ഈക്വൽ ടു 1 USD എന്ന് അവിടുത്തെ ഗവൺമെന്റ് അങ്ങ് ഫിക്സ് ചെയ്യും അല്ലെങ്കിൽ പെഗ് ചെയ്യും. ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം 2020 ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് കരുതുക. ഓക്കെ, ഈ 2020 ശേഷം കുറെ ആഗോള പ്രതിസന്ധികളും ക്രൂഡ് ഓയിൽ വില വർധനവും ഒക്കെ ഉണ്ടാവുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. നമ്മളുടെ എക്സ്പോർട്ട് കുറയുന്നു, നമ്മളുടെ ഇമ്പോർട്ട് കൂടുന്നു. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ റുപ്പി, അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞിട്ട് ഈ 80 INR ഈസ് ഈക്വൽ ടു $1 എന്ന് മാറ്റിയിട്ട് 85 INR ഈക്വൽ ടു 1 USD എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, 2020 നമ്മൾ ഇങ്ങനെ 80 INR ഈസ് ഈക്വൽ ടു 1 USD എന്ന് സെറ്റ് ചെയ്ത് 2025 ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? 85 INR ഈസ് ഈക്വൽ ടു 1 USD എന്നുള്ള ലെവലിലേക്ക് ഇന്ത്യൻ റുപ്പിയുടെ വില കുറഞ്ഞു. ഇത്തരം സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇൻസ്റ്റഡ് അപ്പം ഈ ഒരു അവസ്ഥ എത്തി. ഓക്കെ, ഇങ്ങനൊരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് ദ സെൻട്രൽ ബാങ്ക് ആക്റ്റീവ്ലി ഇന്റർവെൻസ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ടു മെയിൻറ്റെയിൻ ദ പ്രീ ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നറിയോ? ഈ 85 INR ഈക്വൽ ടു USD എന്നുള്ള ആ റേറ്റിൽ നിന്ന് 80 INR ഈക്വൽ ടു 1 USD എന്ന് നേരത്തെ തീരുമാനിച്ച ആ റേറ്റിലേക്ക് എത്തിക്കും. ഓക്കെ, കാരണം ഈ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റിൽ നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഗവൺമെന്റ് ചില പ്രവൃത്തികൾ ചെയ്യും. എന്തൊക്കെയാണ് ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപിളി പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുന്നു? ഇവിടെ $ന്റെ വാല്യൂ കൂടുന്നു, INRന്റെ മൂല്യം കുറയുന്നു. ദാറ്റ് മീൻസ് ഇവിടെ $ന്റെ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവുമാണ്, അല്ലേ? ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഡിമാൻഡ് കൂടുകയും അതിന്റെ സപ്ലൈ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ വില സ്വാഭാവികമായിട്ടും കൂടുമല്ലോ. ഇതൊരു ബേസിക് തിയറിയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? INR ധാരാളമുണ്ട്, അതിന് ഡിമാൻഡ് കുറവാണ്, സപ്ലൈ ഒരുപാടുണ്ട്. ഒരു വസ്തു ഇഷ്ടംപോലെ മാർക്കറ്റിൽ അവൈലബിളാണ്, അതിന് ആരും വേണ്ട വാങ്ങാൻ. ആ സാഹചര്യത്തിൽ അതിന്റെ വില കുറയും. അങ്ങനെയാണല്ലോ. ഇപ്പൊ മാർക്കറ്റിൽ ഒരു സാധനം, ഇപ്പൊ ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു സവാള മാർക്കറ്റിൽ ഇഷ്ടംപോലെ അവൈലബിളാണ്, ഇഷ്ടംപോലെ സപ്ലൈ ഉണ്ട്. പക്ഷെ ആളുകൾക്ക് അത് വലിയ താല്പര്യമില്ല വാങ്ങാൻ. അപ്പൊ കടക്കാരെന്ത് ചെയ്യും? വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കും, അല്ല? ഇതൊരു സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു സാധാരണ തോട്ടാണ്. ഇവിടെ $ന്റെ അവസ്ഥ എന്താ? ഡിമാൻഡും കൂടുതലാ, ഒത്തിരി പേര് വാങ്ങാനുണ്ട്, പക്ഷെ സപ്ലൈയും കുറവാണ്. ആ സാഹചര്യത്തിൽ $ന്റെ വില കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഇപ്പൊ 2025 സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 2020 80 നിൽക്കുമായിരുന്നു. 2025 ആയപ്പോഴത്തേക്ക് $ന്റെ ഡിമാൻഡ് കൂടി, സപ്ലൈ കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മൂല്യം കുറഞ്ഞു, ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറഞ്ഞു. അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുമെന്നറിയോ? നമ്മുടെ RBI അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ RBIക്ക് ഒരു ഫോറക്സ് റിസർവ് ഉണ്ട്, അതായത് നമുക്കൊരു $ന്റെ റിസർവ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഡോളർ റിസർവിനകത്തുനിന്ന് RBI എന്ത് ചെയ്യുന്നറിയോ? $നെ സെല്ല് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് മേടിക്കും? റുപ്പി മേടിക്കും. ഓക്കെ, എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഫോറിൻ റിസർവിനകത്ത് നേരെ കുറെ $, വിറ്റിട്ട് പകരം ഇന്ത്യൻ റുപ്പി മേടിക്കും. ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ എക്കണോമിയിൽ ഈ ഡോളറിന്റെ സപ്ലൈ കൂടും, സപ്ലൈ അങ്ങ് കൂടും, സാധാരണ ഉള്ളതിനെക്കാട്ടി കൂടും. കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് കുറയും. കാരണം സപ്ലൈ ഇഷ്ടം പോലെ ആയി, എല്ലാ അവൈലബിൾ ആയി. നമുക്ക് ഒരു സാധനം ഒരുപാട് അവൈലബിൾ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അതിന്റെ പ്രൈസ് കുറയും, അല്ലെങ്കിൽ അതിന്റെ ഡിമാൻഡ് കുറയും. എന്നിട്ട് പകരം ഇന്ത്യൻ റുപ്പി എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ റുപ്പി മൊത്തം അങ്ങ് മാറ്റും, അല്ലെങ്കിൽ മൊത്തം റിസർവ് ബാങ്ക് അങ്ങ് കളക്ട് ചെയ്യും. കളക്ട് ചെയ്യുമ്പോൾ എക്കണോമിയിൽ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ അല്ലെങ്കിൽ സപ്ലൈ കുറയും. സപ്ലൈ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു സാധനത്തിന്റെ സപ്ലൈ കുറയുമ്പോൾ അതിന്റെ ഡിമാൻഡും കൂടും, വാല്യൂവും കൂടും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ 85 കൂപ്പ് കുത്തിയ ഇന്ത്യൻ റുപ്പി എങ്ങോട്ടേക്ക് മാറും? പകരം നമ്മുടെ 80 INR മാറും. അപ്പോൾ 1 USD is equal to 80 INR എന്ന് പറയുന്ന പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റിലേക്ക് ആരെത്തിക്കും? നമ്മളുടെ സെൻട്രൽ ബാങ്ക് എത്തിക്കും. ഇതിനാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഈ പ്രീ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്ന ആ റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളും.
ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇത് നമ്മുടെ ഇന്ത്യയിൽ എന്തായാലും ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അല്ല ഫോളോ ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ട് ഫോളോ ചെയ്യുന്നത് UAE ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ്. അതുപോലെ ഹോങ്കോങ്ങിൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ ഫിക്സഡ് ആണ്. അതുപോലെ തന്നെ USA ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ്. ഈ പ്രധാനപ്പെട്ട ഈ 4 രാജ്യങ്ങൾ എന്താണ് ഫോളോ ചെയ്യുന്നത്? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ്. ക്ലിയർ ആണേ? നമുക്ക് രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്താണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. നമുക്കിനി അടുത്ത എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം പഠിക്കാം. അതാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. മറ്റൊരു പേര് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയും. അപ്പം പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, ഇതിനകത്ത് ഫിക്സഡ് ആയിട്ടൊന്നുമില്ല, ഫ്ലെക്സിബിൾ ആണ്. അതായത് വളഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മാറ്റം വരുന്നതാണ്, ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നതാണ്. ഫ്ലോട്ടിംഗ് ആണ്, ഒഴുകി നടക്കുന്ന ലെവൽ. അതായത് ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റന്റ് എവറി ടൈം എന്ന് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്കിത് എന്താണെന്ന് നോക്കാം. ദ ഗവൺമെന്റ് ഓർ സെൻട്രൽ ബാങ്ക് ഡസ് നോട്ട് ഫിക്സ് ദ എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, ഇത്തരത്തിലുള്ള സിസ്റ്റം അനുസരിച്ച് ഗവൺമെന്റോ അല്ലാന്നുണ്ടെങ്കിൽ കേന്ദ്ര ബാങ്കോ ഒരിക്കലും എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം പെഗ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഫിക്സഡിനകത്ത് പഠിച്ച പോലെ $1 ഈക്വൽ ടു 80 INR എന്ന രീതിയിൽ ഗവൺമെന്റ് ഒരിക്കലും ഫിക്സ് ചെയ്യുന്നില്ല. മറിച്ച് ഇവിടെ ദ വാല്യൂ ഓഫ് വൺ കൺട്രീസ് കറൻസി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ അവിടുത്തെ കറൻസിയുടെ ഡിമാൻഡിനെയും സപ്ലൈ അനുസരിച്ചിട്ടിരിക്കും ഇതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒന്നാമത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇവിടെ യാതൊരുവിധ തീരുമാനം എടുക്കുന്നില്ല, ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ എക്സ്ചേഞ്ച് റേറ്റിനകത്ത് വരുന്ന ഫ്ലക്ച്വേഷൻസ്. ഇപ്പം ഈ വർഷം 2026 ഇന്ത്യൻ റുപ്പി വേഴ്സസ് USD എന്ന് പറയുന്നത് 80 INR ഈക്വൽ ടു 1 USD എന്നാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ 2026 ഡിസംബറോട് കൂടി ചിലപ്പോൾ 1 USD ഈക്വൽ ടു ചിലപ്പം 85 INR ആയിട്ട് മാറും. ഓക്കെ, ഈ ചേഞ്ചസ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്. ദാറ്റ് മീൻസ് US ഡോളറിന്റെയും ഇന്ത്യൻ റുപ്പിയുടെയും സപ്ലൈയിലും ഡിമാൻഡിലും ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് എന്ത് വ്യത്യാസം വരും? എക്സ്ചേഞ്ച് റേറ്റ് മാറ്റം വരും. ക്ലിയർ? അണ്ടർ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ദ എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ ഫോറിൻ കറൻസി ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, ആ ഫോറിൻ കറൻസിയുടെ വാല്യൂവിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഗവൺമെന്റ് യാതൊന്നും ചെയ്യത്തില്ല, ഗവൺമെന്റ് ഇങ്ങനെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഈ ഫ്ലക്ച്വേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, പക്ഷേ ചില സാഹചര്യങ്ങളിൽ, അതായത് ഈ എക്സ്ചേഞ്ച് റേറ്റ് ഹൈലി വോളറ്റൈൽ ആവുന്ന സാഹചര്യം വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ 2026 ജനുവരിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 2026 ജനുവരി 1 USD ഈക്വൽ ടു 80 INR ആണെന്ന് കരുതുക. ഓക്കെ, 2026 ജനുവരി തന്നെ, ജനുവരി സെക്കൻഡ് വീക്കില് ഈ 1 USD ഈക്വൽ ടു 90 INR ഇത്തരത്തിലുള്ള ഒരു ഹൈ വോളറ്റൈലിറ്റി വരുന്ന സമയത്ത്, അതായത് ഭയങ്കര എക്സസീവ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഗവൺമെന്റ് ഇടപെടും. നോർമൽ കേസിൽ ഗവൺമെന്റ് ഇപ്പോൾ ഓരോ വർഷവും ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഓരോ മാസം ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് വരുമ്പോൾ ഗവൺമെന്റ് അതിനകത്ത് യാതൊരു ഇടപെടൽ നടത്താറില്ല. ബട്ട് ഒരു ഹൈ വോളറ്റൈൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഗവൺമെന്റ് അതിനകത്ത് ഇടപെടും, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഇടപെടും. എങ്ങനെയാണ് സെൻട്രൽ ബാങ്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫോറക്സ് റിസർവ് ഉണ്ടല്ലോ, ഈ ഫോറക്സ് റിസർവിൽ നിന്ന് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? USD സെല്ല് ചെയ്യും. അതായത് USD വിറ്റിട്ട് പകരം അതിന് എന്ത് മേടിക്കും? INR. ഓക്കെ, അവരുടെ ഡൊമസ്റ്റിക് കറൻസി പർച്ചേസ് ചെയ്യും. ഞാൻ ഇന്ത്യയുടെ ഒരു ഉദാഹരണമായിട്ട് എടുത്ത് പറയുന്നതേ ഉള്ളൂ. US ഡോളർ ആയിരിക്കും അവർ സെല്ല് ചെയ്തിട്ട് INR പർച്ചേസ് ചെയ്യും. അപ്പോൾ USD സെല്ല് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? ഫോറക്സ് മാർക്കറ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ, അതായത് ഡോളറിന്റെ സപ്ലൈ എക്സസീവ് ആവും. ഒരു പ്രൊഡക്റ്റിന്റെ സപ്ലൈ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അതിന്റെ ഡിമാൻഡ് കുറയും. ഓക്കെ, ഡിമാൻഡ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? അതിന്റെ പ്രൈസ് കുറയും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ US ഡോളറിന്റെ മൂല്യം കുറയും. തദ്വാര ഇത്തരത്തിൽ വരുന്ന ഒരു ഹൈ വോളറ്റിലിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടെ കുറയും. അപ്പൊ 1 USD is equal to ഒരു 85 INR എന്ന് പറയുന്ന ലെവലിലേക്ക് നമുക്ക്
മൂല്യം, രൂപയുടെ മൂല്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഏറ്റവും നോർമൽ കേസിൽ ഒരിക്കലും ഗവൺമെന്റ് ഇതിനകത്ത് യാതൊരു ഇന്റർവെൻഷനും നടത്താറില്ല. ഇത് മാർക്കറ്റിലുള്ള, അതായത് മാർക്കറ്റിൽ ഉള്ള ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ US ഡോളറിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് ഫ്ലക്ച്വേഷൻസ് വന്നുകൊണ്ടിരിക്കും. ക്ലിയർ? അതാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഫ്ലക്ച്വേഷൻസ് നോർമലി ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പം നമ്മളുടെ നോർമലി ഇപ്പം 1 USD ഈക്വൽ ടു 80 INR ആണെന്ന് കരുതുക. ഓക്കെ, ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ. ഇന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ നാളെ നമ്മളുടെ രാജ്യത്തിന്റെ ഇമ്പോർട്ട് കൂടുക എന്ന് വിചാരിച്ചു, നമ്മുടെ എക്സ്പോർട്ട് കുറയും, നമ്മുടെ രാജ്യത്തിന്റെ ഇമ്പോർട്ട് കൂടുക. അപ്പൊ നമ്മൾ കൂടുതൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കൂടുതൽ ക്രൂഡ് ഓയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും എന്ന് വിചാരിക്കാം. ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ ഡോളർ പേ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടി വരും, അല്ലേ? നമ്മൾ കൂടുതൽ പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ USD ഡിമാൻഡ്, USD ഡിമാൻഡ് കൂടും. USD ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ USD മൂല്യവും കൂടുന്നു. തദ്വാര ഈ 1 USD വാല്യൂ എന്ന് പറയുന്നത് ഈ 80-ൽ നേരെ 85 അതിന് മുകളിലേക്കോ പോകാം. അതായത് ഇമ്പോർട്ട് കൂടിയപ്പോഴത്തേക്ക് അതാണ് മാർക്കറ്റിലുള്ള ഫ്ലക്ച്വേഷൻസ് വരുന്നതനുസരിച്ച് ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റിനകത്തും വ്യത്യാസം വരും. ഓക്കെ, ഇതൊക്കെ നോർമലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇമ്പോർട്ട് കൂടുന്നു, എക്സ്പോർട്ട് കുറയുന്നു, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ രാജ്യത്തേക്ക് കുറയുന്നു, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോഴാണ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത്. അത് നോർമലി അങ്ങ് പോകും. പക്ഷെ ഒരു ഹൈ വോളറ്റൈൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളുടെ സെൻട്രൽ ബാങ്ക് ഇടപെട്ടിട്ട് കാര്യങ്ങൾ നേരെയാക്കും. ഓക്കെ, ഇതാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്താണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മാനേജ്ഡ്, ഇത് നമ്മളൊരു ഹൈബ്രിഡ് ലെവലാണ്. നമുക്ക് ഹൈബ്രിഡ് എന്ന് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം പ്ലസ് ഫ്ലോട്ടിംഗ്. ഫിക്സഡിന്റെയും ഫ്ലോട്ടിങ്ങിന്റെയും, നമ്മൾ ആദ്യം പഠിച്ച ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന്റെയും ഫ്ലോട്ടിംഗ്, അതായത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന്റെ ഒരു ഹൈബ്രിഡ് ആണ് ഈ പറയുന്ന മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് മാനേജ്ഡ് ആണ്. ക്ലിയർ? ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറയാം. ഇതിന്റെ മറ്റൊരു പേര് ഡേർട്ടി ഫ്ലോട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഡേർട്ടി ഫ്ലോട്ട് എന്ന് പറയാറുണ്ട്. ഇതൊരു ഹൈബ്രിഡ് സിസ്റ്റമാണ്. ഇത് ഫിക്സഡിന്റെയും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന്റെ രണ്ടിന്റെയും കൂടെ ഫീച്ചർ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് അണ്ടർ ദ സിസ്റ്റം ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് പ്രൈമർലി ഡിറ്റർമിൻഡ് ബൈ മാർക്കറ്റ് ഫോഴ്സസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ബട്ട് ദ സെൻട്രൽ ബാങ്ക് ഇന്റർവെൻസ് ഒക്കേഷണലി ടു പ്രിവെന്റ് എക്സസീവ് ഫ്ലക്ച്വേഷൻസ് ആൻഡ് മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും എന്താ പറയുന്നത്, ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്താ ഗവൺമെന്റ് ഒരിക്കലും ഫിക്സ് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇന്ത്യയിലെ പോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ഇമ്പോർട്ട് കൂടുന്ന സമയത്ത് രൂപയുടെ മൂല്യം കുറയും, അല്ലെങ്കിൽ ഡോളറിന്റെ വാല്യൂ കൂടും. അപ്പം നമ്മൾ അങ്ങനെ താഴേക്ക് പോകും. പിന്നെയും എന്താ പറയുന്നത്, ഗവൺമെന്റ് വലിയ എന്താ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇടപെട്ട്, ചെറിയ തോതിൽ ഇടപെട്ട് എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഫ്ലോട്ടിംഗ് പോയിന്റിനകത്ത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ കുറവാണ്. ഹൈ വോളറ്റൈൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത്, വളരെ എക്സസീവ് ആവുന്ന സിറ്റുവേഷൻ മാത്രമേ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഗവൺമെന്റ് ഇടപെടത്തുള്ളൂ. പക്ഷെ ഇവിടെ മാനേജിനകത്താണെന്നുണ്ടെങ്കിൽ ഒക്കേഷണലി ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഇടപെട്ട് എന്ത് ചെയ്യുന്നു? നമ്മളുടെ മൂല്യം കുറയുന്ന സമയത്ത് ഗവൺമെന്റ് ഇടപെട്ട് മൂല്യം കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ലെവലിൽ നമ്മളങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമ്മൾ അത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന്റെ എങ്ങനെ മാനേജ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ഈ പറയുന്ന പോലെ ഹൈബ്രിഡിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മളൊരു ഹൈ വോളറ്റൈൽ സിറ്റുവേഷൻ വരുന്നു. മീൻസ് നമ്മുടെ രൂപയുടെ മൂല്യം ക്രമാതീതമായി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലിയൊരു ഇൻഫ്ലേഷൻ സെറ്റപ്പിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യും? ഫോറക്സ് റിസർവിനകത്ത് വന്ന് എന്ത് സെല്ല് ചെയ്യുന്നു? USD സെല്ല് ചെയ്യുന്നു. USD സെല്ല് ചെയ്തിട്ട് പകരം ഇന്ത്യൻ റുപ്പി ബൈ ചെയ്യുന്നു, ബൈ INR ബൈ ചെയ്യുന്നു. ഓക്കെ, ആക്ച്വലി ഇത് സെല്ല് ചെയ്യാന്ന് പറഞ്ഞ ഇവർ എന്താ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോറക്സ് റിസർവിലുള്ള US ഡോളർ നേരെ കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് പോകും. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് US ഡോളർ എത്തും. ഓക്കെ, ആ കൊമേഴ്ഷ്യൽ ബാങ്ക് നേരെ എന്ത് ചെയ്യുന്നു? ഈ US ഡോളർ കൂടുതൽ ഇമ്പോർട്ടേഴ്സ്, ഇപ്പൊ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ ആവശ്യമായവർക്കിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ US ഡോളർ എത്തിക്കുന്നു. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഫോറിൻ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്
അവരിലേക്ക് US$ എത്തിക്കും. അതുപോലെ മറ്റ് ഫോറിൻ കറൻസി ആവശ്യമുള്ള ആർക്കൊക്കെയാണോ അവരിലേക്കെല്ലാം. ഇതാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ മാർക്കറ്റിലേക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് വഴി നമ്മുടെ സെൻട്രൽ ബാങ്ക് നമ്മുടെ USD എത്തിക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫോറക്സ് റിസർവ് ചെയ്യുന്ന റിസർവ് ബാങ്ക് നേരെ USD എടുത്തിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് എത്തിക്കും ഡോളർ. കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് പലവിധ ഫോറക്സ് മാർക്കറ്റിലേക്ക് ഈ $US എത്തിക്കും. പകരം ഇന്ത്യൻ റുപ്പി എവിടേക്കും വരും, നമ്മളുടെ RBIയിലേക്കും വരും. ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു, $US ഇഷ്ടംപോലെ എത്തും. $ന്റെ ഡിമാൻഡ് കുറയും. തദ്വാര നമ്മുടെ റുപ്പിയുടെ മൂല്യം കൂടും. ഇത് ഒക്കേഷണലി ചെയ്യുന്നത് എവിടെയാണ്, മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണ്. ഫ്ലെക്സിബിളിനകത്താണെന്നുള്ള അങ്ങനെ ഗവൺമെന്റ് ഇടപെടലൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഹൈ സിറ്റുവേഷൻസ് മാത്രം ഉണ്ടാവും. ഫിക്സഡിനകത്താണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ടിട്ട് ആ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് എത്തിക്കും. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടുള്ള 3 എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫിക്സഡ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിള്, മാനേജ്ഡ് ഫ്ലോട്ടിങ്. ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. ക്ലിയർ? ഈ 3 നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗമാണ് ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. കറൻസി ഡിവാലുവേഷൻ. കറൻസി ഡിവാലുവേഷൻ നോക്കാം. ഡിവാലുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവാല്യൂ ചെയ്യുക, അതായത് വാല്യൂ കുറയ്ക്കുക. ഇത് തന്നെയാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡെലിബറേറ്റ് പ്രോസസ്. അതായത് ഗവൺമെന്റ് പർപ്പസ്ലി ചെയ്യുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് ഒരു പൊളിറ്റിക്കൽ ലീഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ രൂപയുടെ മൂല്യം കുറയാനുള്ള കാരണം ഗവൺമെന്റ് മനഃപൂർവ്വം ചെയ്തിട്ട് എക്സ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ലീഡർ. പക്ഷെ അതിനെ ഒരുപാട് പേര് ട്രോളിയൊക്കെ ചെയ്തു. ആക്ച്വൽ പ്രോസസ് ഇതാണ് ഡിവാലുവേഷന്റെ. ഡിവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് എ കൺട്രീസ് കറൻസി ബൈ ദ ഗവൺമെന്റ് ഓർ ദ സെൻട്രൽ ബാങ്ക് അണ്ടർ എ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒരു രാജ്യം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ കറൻസി, ഇപ്പം നമ്മൾ ഉദാഹരണം ഈ INR എടുക്കാം, ഇന്ത്യൻ റുപ്പി, $. ഓക്കെ, 2 കറൻസി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ INR 80 രൂപ ഈക്വൽ ടു $1 എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെന്ന് കരുതുക. ഇങ്ങനെ സാഹചര്യത്തിൽ ഡിവാല്യൂ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ റുപ്പിയുടെ വാല്യൂ നേരെ കുറയ്ക്കും, അതായത് മൂല്യം കുറയ്ക്കും. മീൻസ് ഈ $80 എന്നുള്ളത് 85 റുപ്പി ഈക്വൽ ടു $1 എന്ന് വാല്യൂ ഡിവാല്യൂ ചെയ്യും നമ്മുടെ കറൻസിയെ. ഇറ്റ് ഈസ് എ പോളിസി ഡിസിഷൻ, നോട്ട് എ മാർക്കറ്റ് ഡ്രിവൺ ചേഞ്ച്. ഇതെന്ന് പറയുന്നത് ഗവൺമെന്റ് സ്ട്രാറ്റജിക്കലി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, അല്ലാതെ നമ്മളുടെ മാർക്കറ്റിനകത്തുണ്ടാകുന്ന ഫ്ലക്ച്വേഷനിലൂടെ ഉണ്ടാകുന്ന മാറ്റമല്ല ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. ഡിവാലുവേഷൻ ഈസ് എ ഡെലിബറേറ്റ് പ്രോസസ്. വളരെ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ സെൻട്രൽ ബാങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ക്ലിയർ? ഇതിനെയാണ് നമ്മൾ ഡിവാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എപ്പോഴാണ്, വൈ ഡസ് ഗവൺമെന്റ് ഡിവാല്യൂ ഇറ്റ്സ് കറൻസി? എപ്പോഴാണ് ഒരു രാജ്യം ആ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് കറൻസി ഡിവാല്യൂ ചെയ്യുന്നത്? ഏത് സാഹചര്യത്തിലാണ്? ഇപ്പൊ നിങ്ങളും ചിന്തിക്കും, അല്ലെ, എന്തിനു വേണ്ടിയിട്ട് ഡിവാല്യൂ ചെയ്യുന്നത്? ഡിവാല്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയല്ലേ? എന്ത് സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് എക്സ്പോർട്സ് ആർ വീക്ക്. നമ്മുടെ രാജ്യത്തിന്റെ എക്സ്പോർട്ട് കുറയുന്ന സാഹചര്യത്തിൽ, ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എക്സ്പോർട്ട് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിവാല്യൂ ചെയ്യും. അതുപോലെ തന്നെ ഇമ്പോർട്ട് ആർ എക്സസീവ്ലി ഹൈ. നമ്മുടെ രാജ്യത്ത് ഇമ്പോർട്ട് കൂടുതലാണ്, നമ്മുടെ രാജ്യത്തേക്ക് ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യം വരുമ്പോഴും എന്ത് ചെയ്യും, കറൻസി ഡിവാല്യൂ ചെയ്യും. ഓക്കെ, ദർ ഈസ് പെർസിസ്റ്റന്റ് ട്രേഡ് ഡെഫിസിറ്റ്. അതുപോലെ തന്നെ വളരെ ട്രേഡ് ഡെഫിസിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്പോർട്ട് കൂടുന്ന സാഹചര്യത്തെയാണ് നമ്മൾ ട്രേഡ് ഡെഫിസിറ്റ് കൂടുക എന്ന് പറയുന്നത്. നമ്മൾ ട്രേഡ് ഡെഫിസിറ്റിനെ കുറിച്ച് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റിനകത്ത് വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ട്രേഡ് ഡെഫിസിറ്റ് കൂടുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, കറൻസി ഡിവാല്യൂ ചെയ്യും. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആർ ഡിക്ലൈനിങ്. നമ്മുടെ രാജ്യത്തെ ഫോറിൻ എക്സ്ചേഞ്ച് കുറയുന്ന സാഹചര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു, കറൻസി ഡിവാല്യൂ ചെയ്യും. ക്ലിയർ? അപ്പൊ ഇത്രയാണ് സാഹചര്യങ്ങൾ. ഇത്രയും സാഹചര്യങ്ങളിലാണ് നമ്മൾ കറൻസി ഡിവാല്യൂ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി അത് പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് പഠിക്കാം. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ സംഗതി ഒന്ന് സെറ്റ് ആവും. നോക്കാം. ഡിവാലുവേഷൻ ഞാൻ പറഞ്ഞു, $1 ഈക്വൽ ടു 80 INR. ഡിവാല്യൂ ചെയ്തിട്ട് $1 ഈസ് ഈക്വൽ ടു 85. ഞാനൊന്ന് എഴുതാം. $1 ഈക്വൽ ടു, ഡിവാലുവേഷന് മുമ്പ് നമുക്ക് 80 INR ആയിരുന്നു ഡിവാലുവേഷന് മുമ്പ്. ഡിവാലുവേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് 85 INR എത്തി.
ഓക്കെ, ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ ഡിവാലുവേഷൻ. ക്ലിയർ? ഇത് നമുക്ക് നോക്കാം. ഇത് എക്സ്പോർട്ടിനെ എങ്ങനെ ബാധിക്കും? അതായത് നമ്മുടെ രാജ്യത്തിന്റെ എക്സ്പോർട്ട് വളരെ വീക്കാണ്. നമ്മുടെ രാജ്യത്തിന്റെ എക്സ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വീക്കായിട്ടിരിക്കുന്ന സാഹചര്യം. ഇനി ഡിവാലുവേഷൻ ചെയ്തു കഴിയുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാവും നോക്കാം. ഓക്കെ, ഡിവാലുവേഷന് മുമ്പ്, ഓക്കെ, ഡിവാലുവേഷന് മുമ്പ് നമ്മളൊരു പ്രൊഡക്റ്റ്, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് 800 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, 800 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ഡിവാലുവേഷന് മുമ്പ്, ബിഫോർ ഡിവാലുവേഷൻ, 800 രൂപയിലുള്ള പ്രൊഡക്റ്റ് അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഒരു എക്സ്പോർട്ടറിന് നമ്മൾ കൊടുത്തു കഴിയുമ്പം അയാൾ എങ്ങനെയായിരിക്കും പേ ചെയ്യുന്നത്? ഒന്നുകിൽ ഇന്ത്യൻ റുപ്പി, അല്ലെങ്കിൽ ഒന്നുകിൽ അയാൾ 800 രൂപ തരും, ഇല്ലെന്നുണ്ടെങ്കിൽ 800 രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള എന്ത് തരും? $US തരും. അപ്പം എത്ര $US തരുന്നത്? 800 ഡിവൈഡ് ബൈ ഒരു $1 വില എത്ര? 80 അല്ലേ? 80 ഈക്വൽ ടു 10 USD അല്ലേ? അപ്പം എക്സ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ടറിനെ സംബന്ധിച്ച് നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ അയാള് $10 ചെലവാക്കണം. $10. ക്ലിയർ? ഇതാണ് സാഹചര്യം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവാല്യൂ ചെയ്യുന്നു നമ്മുടെ കറൻസി. ആഫ്റ്റർ ഡിവാല്യൂ, നമ്മൾ ഡിവാല്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 85 എത്തിച്ചത്. ഈ 800 രൂപയുടെ പ്രൊഡക്റ്റ് തന്നെ അല്ലേ? 800 ഡിവൈഡ് ബൈ 85 ഈക്വൽ ടു എത്ര വരും? ഏകദേശം നമ്മളിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഒരു 9.41 USD. ഓക്കെ, ഇപ്പൊ ആ എക്സ്പോർട്ടറെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം 800 INR വിലയുള്ള പ്രൊഡക്റ്റിന് അയാൾ $10 കൊടുക്കണമായിരുന്നു, നമുക്ക് ഇന്ത്യക്ക് പേ ചെയ്യണമായിരുന്നു. പക്ഷെ ഇപ്പൊ എത്ര കൊടുത്താൽ മതി? $9.41 കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇത് നല്ലൊരു ഐഡിയ, ഇനി നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം എന്ന് അവര് വിചാരിക്കും. അതായത് നമ്മളുടെ എക്സ്പോർട്ട് കൂടും. ഓക്കെ, നമ്മളുടെ എക്സ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കും. എക്സ്പോർട്ട് കൂടുമ്പോൾ എന്താ പ്രത്യേകത? കൂടുതൽ കച്ചവടം നടക്കും, കൂടുതൽ $US നമ്മുടെ രാജ്യത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളുടെ ഫോറക്സ് റിസർവ് അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നു? കൂടും. ഈ ഡിക്ലൈൻ ചെയ്യാന്നുള്ള സംഭവം മാറിയിട്ട് കൂടുതൽ നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നമ്മുടെ രാജ്യത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ 2 പ്രോബ്ലം സോൾവ് ആയേ. ഇനി നമ്മളുടെ ഇമ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഒരു പ്രൊഡക്റ്റ്, നമ്മൾ $100 വിലയുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെന്ന് കരുതുക. ഓക്കെ, അതാ നമ്മൾ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ബിഫോർ ഡിവാലുവേഷൻ മുമ്പ് എന്താ സംഭവിക്കുന്നത്? അപ്പൊ $100. അപ്പം നമുക്ക് 80 അല്ലായിരുന്നോ? അപ്പം 80 രൂപ ആണല്ലോ $US നിൽക്കുന്നത്. 100 എത്ര വരുന്നുണ്ട്? 8000. ഓക്കെ, അപ്പോൾ അതായത് ആ $100 വിലയുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ 8000 രൂപ മതിയായിരുന്നു ഡിവാലുവേഷന് മുമ്പ്. ഡിവാലുവേഷന് ശേഷം എത്ര കൊടുക്കേണ്ടി വരും? ആഫ്റ്റർ ഡിവാലുവേഷൻ നമ്മൾ 85 ആക്കിയില്ലേ ഡിവാല്യൂ ചെയ്യുമ്പോൾ? ഇൻറ്റു 100, 8500. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നു? ഡിവാല്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഇമ്പോർട്ട് എന്ത് ചെയ്യുന്നു? ഈ ഹൈ എന്നുള്ളത് പ്രശ്നം മാറിയിട്ട് 8000 രൂപയ്ക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇന്ന് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 8500 രൂപ കൊടുക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ട് കുറയ്ക്കും. ആ ഹൈ ഇമ്പോർട്ട് എന്നുള്ള സംഭവം മാറിയിട്ട് ഇമ്പോർട്ട് കുറച്ചിട്ട് നമ്മളുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ് നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാം, കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാം. കാരണം നമ്മൾ ഇനി ഇമ്പോർട്ട് ചെയ്യേണ്ട, നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഈ ഹൈ ആവുന്ന ഇമ്പോർട്ട് നമ്മൾ കുറയ്ക്കുന്നു. ഓക്കെ, നമ്മളുടെ എക്സ്പോർട്ട് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ വീക്കായിരിക്കുന്ന സമയത്ത് എക്സ്പോർട്ട് കൂടിയില്ലേ? ഇവിടെ നോക്കിക്കേ, എക്സ്പോർട്ട് കൂടുമ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് എന്ത് ചെയ്യുന്നു? കുറയും. കാരണം എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണല്ലോ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് കൂടുമ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് കുറയും. അങ്ങനെ നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക് എന്തിലൂടെ പരിഹരിക്കാം? ഡീവാലുവേഷനിലൂടെ നമുക്ക് പരിഹരിക്കാം. ക്ലിയർ ആണ്? ഇതാണ് ഡീവാലുവേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ക്ലിയർ ആണ്? അടുത്ത നമുക്ക് നോക്കാം. അടുത്താണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, നമുക്കിനി കറൻസി റീവാലുവേഷനെ കുറിച്ച് പഠിക്കാം. റീവാലുവേഷൻ എന്ന് പറയുന്നത് കറൻസി ഡീവാലുവേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇവിടെ ഡെലിബറേറ്റ്ലി ഇൻക്രീസ് ദ വാല്യൂ ഓഫ് എ കറൻസി. അതായത് ഒരു രാജ്യം അവരുടെ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ തീരുമാനം എടുത്തുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ കൂട്ടുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ $1 ഈസ് ഈക്വൽ ടു
80 INR എന്ന് പറയുന്ന സാഹചര്യം, അല്ലെങ്കിൽ 60 INR എന്ന് പറയുന്ന സാഹചര്യമാണ്. റീവാല്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ 1 USD ഈസ് ഈക്വൽ ടു 50 INR ആയിട്ട് മാറും. ഓക്കെ, ഇത് ബിഫോർ റിവാലുവേഷൻ, ഇത് ആഫ്റ്റർ റിവാലുവേഷൻ. 60 എന്നുള്ളത് 50ലേക്ക് മാറ്റും. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ഡിവാലുവേഷൻ. ഡിവാലുവേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രക്രിയയാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ, വൈ ഡസ് എ ഗവൺമെന്റ് റീവാലുവേറ്റ് കറൻസി? എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് ആ രാജ്യത്തെ കറൻസി റീവാല്യൂ ചെയ്യുന്നത് എന്തിനാണെന്നാണ് നമ്മുടെ ചോദ്യം. അതിന്റെ ആൻസർ ആണ് ഈ പറയുന്നത്. എ കൺട്രി മേ റീവാല്യൂ ഇറ്റ്സ് കറൻസി വെൻ ദർ ഈസ് പെർസിസ്റ്റന്റ് ഇൻഫ്ലേഷൻ. അവിടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില ക്രമാതീതമായിട്ട് ഉയരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ റീവാല്യൂ ചെയ്യും. എ കൺട്രി ഹാസ് ലാർജ് ട്രേഡ് സർപ്ലസ്. ആ രാജ്യത്തിന്റെ ട്രേഡ് സർപ്ലസ് വളരെയധികം കൂടുന്ന സാഹചര്യത്തിൽ, ദാറ്റ് മീൻസ് ആ രാജ്യത്തിന്റെ എക്സ്പോർട്ട് ക്രമാതീതമായി കൂടുന്ന സാഹചര്യത്തിൽ കറൻസി റീവാല്യൂ ചെയ്യും. അത് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ, ദ കറൻസി ഈസ് കൺസിഡേർഡ് അണ്ടർ വാല്യൂഡ്. ആ രാജ്യത്തിന്റെ കറൻസി അണ്ടർ വാല്യൂ ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ, അതിന്റെ വാല്യൂ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലും നമ്മൾ റീവാല്യൂ ചെയ്യാറുണ്ട്. ലാസ്റ്റ് വൺ, ദ ഗവൺമെന്റ് വാണ്ട്സ് ടു മേക്ക് ഇമ്പോർട്ട്സ് ചീപ്പർ. ഇപ്പൊ ഗവൺമെന്റിന് ആ രാജ്യത്തിന്റെ ഇമ്പോർട്ട്സ് വളരെ ചെലവ് കുറഞ്ഞതാക്കുന്നതിന് വേണ്ടിയിട്ടും റീവാല്യൂ ചെയ്യാറുണ്ട്. നമുക്ക് പ്രാക്ടിക്കൽ എക്സാമ്പിളിലൂടെ പരിശോധിക്കാം. ഇവിടെ നോക്കിയേ, ബിഫോർ റീവാലുവേഷൻ $1 ഈസ് ഈക്വൽ ടു 60 INR. ആഫ്റ്റർ റിവാലുവേഷൻ അത് 50 ആയിട്ട് മാറി. ഇനി നമുക്കിതിനെ എക്സ്പോർട്ടിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ രാജ്യത്ത് നിന്ന് 500 രൂപ വിലയുള്ള, ഇന്ത്യൻ റുപ്പി 500 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാം. ബിഫോർ റിവാലുവേഷൻ എത്ര വരും? 500 ഡിവൈഡ് ബൈ 60 ഈക്വൽ ടു ഏകദേശം $8.33 വരും. അതായത് 500 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിദേശത്തേക്ക് കയറ്റി അയക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് $8.33 ആണ്. അതേസമയം റീവാലുവേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 500 ഡിവൈഡ് ബൈ 50 ആയിട്ട് മാറും $10. ഓക്കെ, നമ്മൾ ആ 500 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് നമ്മൾ റീവാലുവേഷന് മുമ്പ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വില $8.33 റീവാല്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വില $10 ആയിട്ട് മാറും. നോക്കിയേ, അപ്പോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ആഫ്റ്റർ ഡിവാലുവേഷൻ അതിന്റെ വില കൂടി. സോ ഈ വില കൂടുന്ന സാഹചര്യത്തിൽ ആരും ആ പ്രൊഡക്റ്റ് സ്വീകരിക്കാൻ തയ്യാറാവത്തില്ല. ദാറ്റ് മീൻസ് നമ്മുടെ എക്സ്പോർട്ട് നമ്മൾ കുറയും, തദ്വാര ട്രേഡ് സർപ്ലസും കുറയും. ഓക്കെ, അപ്പം ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഓക്കെ, ലാർജ് ട്രേഡ് സർപ്ലസ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പോർട്ട് ക്രമാതീതമായി കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കറൻസി റീവാലുവേഷൻ ചെയ്യുന്നു. അടുത്താണ് എന്തെന്ന് പറയുന്നത്, ഇമ്പോർട്ട്സ് ചീപ്പർ. അതായത് നമ്മുടെ രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റീവാല്യൂ ചെയ്യുന്നു. ഇതേ സാഹചര്യം തന്നെയാണ് നിങ്ങൾ നോക്കിയേ, ഇമ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ. അതായത് നമ്മളൊരു $100 വിലയുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ബിഫോർ റീവാലുവേഷൻ എന്താ സംഭവിക്കുക? 100 ഇൻറ്റു അന്നത്തെ വില എത്ര? 60 അല്ലേ? ഈക്വൽ ടു 6000 INR ആവും. 100 രൂപ വിലയുള്ള, അല്ലെങ്കിൽ $100 വിലയുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ബിഫോർ റിവാലുവേഷൻ ഇറ്റ് ഈസ് 6000 ആയി. ആഫ്റ്റർ റിവാലുവേഷൻ എത്രയായിട്ട് മാറും? 100 ഇൻറ്റു 50 ഈക്വൽ ടു 5000 INR ആയിട്ട് കുറഞ്ഞു. സോ റിവാലുവേഷൻ വരുന്ന സമയത്ത് സാധനത്തിന്റെ വില ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കുറയുന്നു. അതായത് നമ്മുടെ രാജ്യത്തെ ഇമ്പോർട്ട് വളരെ ചീപ്പറാക്കുന്നു. അതുപോലെ തന്നെ ഈ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്ക് റീവാലുവേഷൻ കൊണ്ട് നമുക്ക് മറികടക്കാൻ പറ്റും. അതാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ രണ്ട് കോൺസെപ്റ്റ് പഠിച്ചു, ഡിവാലുവേഷൻ, റീവാലുവേഷൻ. ക്ലിയർ? എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത്, ഇനി ഈ ഡിവാലുവേഷനും ഡിപ്രീസിയേഷൻ തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് നമുക്ക് നോക്കാം. ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ ഞാൻ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിച്ചു, അപ്രീസിയേഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചു. അപ്പൊ നിങ്ങളെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഡിവാലുവേഷൻ, ഡിപ്രീസിയേഷൻ നമുക്ക് ഒന്ന് പഠിക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. രണ്ടിന്റെ മീനിങ് നോക്കിയേ. ഒന്നെന്ന് പറയുന്ന ഒഫീഷ്യൽ റിഡക്ഷൻ ഇൻ ദ കറൻസി വാല്യൂ ബൈ ദ ഗവൺമെന്റ്. ഈ ഡിവാലുവേഷൻ എന്ന് പറയുമ്പോൾ സർക്കാർ തന്നെ തീരുമാനിച്ച് ആ രാജ്യത്തിന്റെ കറൻസിയുടെ
അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ സർക്കാർ തന്നെ കുറയ്ക്കുന്നതിനാണ് നമ്മൾ ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിക്ലൈൻ ഇൻ ദ കറൻസി വാല്യൂ ഡ്യൂ ടു മാർക്കറ്റ് ഫോഴ്സസ്. മാർക്കറ്റിനകത്ത് ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് കാരണം ഒരു കറൻസിയുടെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതാണ് ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഇവിടെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. നമ്മൾ ഡിവാലുവേഷൻ ചെയ്യുന്നത് എവിടെയാണ്? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ ഡിവാല്യൂ ചെയ്യുന്നത്. അതേസമയം ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്നത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണ്. ഓക്കെ, മൂന്നാമത്തെ ഡിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പോളിസിയാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡിനകത്തുണ്ടാകുന്ന വ്യത്യാസം മൂലം സംഭവിക്കുന്ന കാര്യമാണ്. ക്ലിയർ? അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, പല തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു, ഫിക്സഡ്, ഫ്ലെക്സിബിൾ, മാനേജ്ഡ്, ഫ്ലോട്ടിംഗ്. ഓക്കെ, ഇത്ര നമ്മൾ പഠിച്ചു. പിന്നെ രണ്ട് കോൺസെപ്റ്റൂടെ പഠിച്ചു, ഡിവാലുവേഷൻ, റീവാലുവേഷൻ. രണ്ടും നമ്മൾ എക്സാമ്പിൾ വെച്ച് വിശദമായിട്ട് പഠിച്ചു. പിന്നെ ഡിവാലുവേഷൻ, ഡിപ്രീസിയേഷൻ തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് കുറച്ചും കൂടെ തറവാണെന്നുണ്ടെങ്കിൽ നമുക്കിനി വേണ്ടത് ഈ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള MCQ പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ UPSC ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. SSCക്ക് ആണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഒരു 1 വേർഡ് ആൻസറിലെ ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട് RRBക്കൊക്കെ. പിന്നെ PSCക്ക് ഇതിന് രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും PSC ചോദിക്കുക, കേരള PSC ചോദിക്കുക. അപ്പം ഈ ഒരു ടോപ്പിക്ക് കുറച്ചും കൂടെ തറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3 തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഈ ടോപ്പിക്കായിട്ട് എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ബെനിഫിറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.